ഞങ്ങൾ മൂന്നാറിലെത്തിയിട്ടോ. ഇവിടെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചുറ്റുപാടും നല്ല ഭംഗിയുള്ള ചെടികളുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു തോടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് മൂന്നാർ റോസ് ഗാർഡനിലാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റോസ് ഗാർഡനൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോണ സമയത്ത് കുറേ തേയിലത്തോട്ടങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ റോസ് ഗാർഡനിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഉച്ച കഴിഞ്ഞിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിംഗ് സൗകര്യമുണ്ട്. പക്ഷെ നല്ല മഴയായത് കാരണം നമുക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി യൂക്കാലിപ്റ്റസ് മരങ്ങൾ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഏരിയയിലുള്ള ഷോപ്പിംഗ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റ് തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നും, അത്രയും ഫ്രഷ് ആയിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഡ്രീം ക്യാച്ചേഴ്സ് വിൽക്കുന്ന ഷോപ്പാണ്. മഴ കാരണം നമുക്ക് അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ കഴിയില്ല. बता दे जरा मुझको बता दे, मैं मुझसे मिलूंगा एक बार मिला दे, यार मिला दे दिलदार मिला दे, यार मिला दे दिलदार मिला दे. അടുത്ത് നമ്മൾ ചായ് ബസാറിലാണ് പോയത്. അവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. കൂടാതെ നല്ല ടേസ്റ്റുള്ള ചായ രുചിച്ച് നോക്കാനും കഴിയും. അവിടെ കണ്ട മറ്റൊരു കാഴ്ച ഈ വാഴയാണ് കേട്ടോ. ഇത് വാഴയുടെ ഇലയാണെങ്കിൽ ഇതിൻ്റെ പൂവ് കണ്ടോ, അല്പം വെറൈറ്റി ഉള്ളതാണ്. ഇപ്പം ഏകദേശം സന്ധ്യയൊക്കെയായി, നേരം ഇരുട്ടി തുടങ്ങി. ബസ്സിലുള്ള എല്ലാവരും കൂടി ആദ്യം ഫിലിം വെച്ചു. പിന്നെ തോന്നി ഫിലിം വെക്കണ്ട, അന്താക്ഷരി കളിക്കാം. അങ്ങനെ എല്ലാവരും കൂടി അന്താക്ഷരി കളിക്കുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തിയ സമയത്തും നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് ഇങ്ങനെ രാത്രിയാകുമ്പം കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും യാത്ര ഒക്കെ കഴിഞ്ഞ് ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അവർ ശരിക്കും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചൂടോടെ ഫുഡൊക്കെ സെർവ് ചെയ്തു. നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ നല്ലൊരു സുഖം തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ തീ കഴിയുന്നതാണ്
തീ കായുമ്പോഴാണ് കുറച്ചൊരാശ്വാസം കിട്ടുന്നത്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഉറങ്ങാൻ പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് കൊളുക്കുമലയിലുള്ള സൺറൈസ് കാണാൻ പോകണം. അതും 3 മണിയാവുമ്പോൾ. രാവിലെ തന്നെ 3 മണിക്ക് എല്ലാവരും വേഗം തന്നെ റെഡിയായി ജീപ്പ് റൈഡിന് വേണ്ടിയിട്ട്. ഓഫ് റോഡ് ജീപ്പ് റൈഡായിരുന്നു കൊളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ആർക്കും ഒരു മടിയില്ലായിരുന്നു കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മൂന്നാർ ട്രിപ്പിൽ ഏറ്റവും എൻജോയ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക ജീപ്പ് റൈഡായിരുന്നു എന്നാണ് പറയുക. കാരണം അത്രയും ഒരു രസമുള്ളൊരു റൈഡ് തന്നെയായിരുന്നു. നമ്മൾ കൊളുക്കുമലയിലേക്ക് പോകുമ്പം ഇരുടായത് കാരണം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പം തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് ഇത്ര മനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഫണ്ണി പാട്ട് ജീപ്പ് റൈഡ്, ഈ ഓഫ് റോഡിലെ ജീപ്പ് റൈഡ് വളരെ രസമായിരുന്നു. അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും നമുക്ക് രാത്രി കാണാൻ കഴിഞ്ഞില്ല. രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ റിസോർട്ടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. അയ്യോ, ഇത്രയും ഭംഗിയുള്ള സ്ഥലത്താണോ നമ്മൾ താമസിച്ചതെന്ന് രാവിലെയാണ് മനസ്സിലായത്. നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ വേറെ ഏതോ ഒരു ഭാഗത്ത് എത്തിയ പോലെ, നമ്മൾ ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് എത്തിയ പോലെ നമുക്ക് നമ്മളെ നാട്ടിലൊന്നും അല്ല, വേറെ എവിടെയോ ആണ് തോന്നും. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ്, അത്രയ്ക്ക് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഈ കാണുന്ന മഞ്ഞ പൂക്കളില്ലേ, ഇത് നമ്മളെ ഊട്ടി ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാൻ റിസോർട്ടിൻ്റെ ഉടമയോട് പെർമിഷൻ വാങ്ങി കുറച്ച് പൂക്കൾ എടുത്തിരുന്നേ. അത് വെച്ചൊരു ക്രാഫ്റ്റും ചെയ്തു. ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ റിസോർട്ടിൻ്റെ മുന്നിലുള്ള സ്ഥലമാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തുമായിട്ടൊരു മലയുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മല. അത് കയറി ഉയരത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഈ വ്യൂ ആണേ കാണാൻ പറ്റുക. ഇവിടെയുള്ള വീടുകളുടെ മുകൾ ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ മണൽച്ചാക്കുകൾ, കാറ്റത്ത് പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്രയ്ക്ക് കാറ്റാണെന്നാണ് അവർ പറയുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടു. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. നിരവധി ബസ്സുകൾ അവിടെയൊക്കെ നിർത്തി ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലുള്ള ചായത്തോട്ടത്തിലൂടെയൊക്കെ കുറേ യാത്ര ചെയ്ത് അവിടെയൊക്കെ ഇറങ്ങി, നല്ല ലൊക്കേഷനിലൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ കാണാൻ പോയത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. നമ്മൾ എന്തായാലും മൂന്നാറിൽ പോവുകയാണെങ്കിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു. അത്രയ്ക്കുണ്ട് അത് കാഴ്ചകൾ കാണാൻ. ഒരു 1.5 മണിക്കൂർ കാണാനുള്ള കാഴ്ചകൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. ഇതിപ്പോൾ പകൽ സമയത്ത് ഉള്ള കാഴ്ചകളാണ് കേട്ടോ. രാത്രിയാണെങ്കിലും നല്ല ഭംഗിയാണ്. കംപ്ലീറ്റ് ലൈറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ രാത്രിയാണെങ്കിൽ കാണാൻ കഴിയും. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാർ ട്രിപ്പ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.